ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നമുക്ക് ബ്രോസ്റ്റൊക്കെ കഴിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഞാൻ ഇവിടെ ഒരു 3 ദിവസമായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പുഴുക്കളൊന്നും ഇല്ല കേട്ടോ. ചില ഫ്ലവറിൽ നല്ല പുഴുക്കളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ വെജിറ്റബിൾസിലാണെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ പുഴുക്കളെ കണ്ടാൽ ഞാൻ പിന്നെ അത് കഴിക്കാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി വെക്കും പക്ഷെ കഴിക്കാറില്ല കേട്ടോ. ഞാൻ അപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കാറാട്ടോ പതിവ്. അപ്പം എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പക്ഷെ മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ട് ഞാനത് കണ്ടിട്ടില്ല, മറ്റുള്ളവരാണത് പാചകം ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഞാനത് കഴിക്കൂട്ടോ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടു കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഫുഡ് ഉണ്ടാക്കിയാലും ചിലപ്പോൾ വല്ല ഉറുമ്പോ പാറ്റയോ ഒക്കെ പ്രാണിയൊക്കെ ചാടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈമിൽ അതൊക്കെ എനിക്ക് മാത്രം വീട്ടിൽ കിട്ടാറ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഭാഗ്യമാണ് പറയാറുണ്ട് കേട്ടോ. പക്ഷേ അത് ഭാഗ്യമല്ല, നിർഭാഗ്യം എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ആ ഫുഡ് കഴിച്ചാൽ പോയില്ല കേട്ടോ. എന്നെപ്പോലെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം മുഴുവൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കട്ടോ. നമുക്ക് എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ് കേട്ടോ. ചിലർ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാനിവിടെ ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലവർ വെന്തിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട് കേട്ടോ. അതിനായിട്ടൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പകുതി വെളുത്തുള്ളിയും അതുപോലെ ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരു 2 കോഴിമുട്ട കേട്ടോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്ത് നല്ലൊരു കളർ കിട്ടും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറോ അതേപോലെ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അരിപ്പൊടി ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത കോളിഫ്ലവർ ചേർത്ത് കൊടുക്കട്ടോ. അതൊന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കണം കേട്ടോ. കോളിഫ്ലവർ ഒന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് അരിപ്പൊടി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ പൊടി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് നിൽക്കണം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലേവർ കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ നമുക്ക് അതിലെടുത്ത് കാണിക്കൂട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവർ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ മിക്ക പേരും ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. പക്ഷേ ഇതുപോലെ അരിപ്പൊടി ചേർത്തിട്ട് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.